നമസ്കാരം. ചാപ്റ്റർ 3 മെട്രിസസിലെ എക്സസൈസ് 3.1 ക്വസ്റ്റ്യൻ നമ്പർ 1 to 5 ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു. ചാപ്റ്റർ 3 മെട്രിസസിലെ എക്സസൈസ് 3.1 പേജ് നമ്പർ 64 ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ മെട്രിക്സ് എ ഈക്വൽ ടു 2, 5, 19, -7, 35, -2, 5/2, 12, √3, 1, -5, 17. Then write the order of the matrix, number of elements. Write the elements A13, A21, A33, A24 and A25. Then നമുക്കറിയാം ഓർഡർ ഓഫ് ദ മെട്രിക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ആദ്യം റോസും അറിയണം, കോളംസും അറിയണം. ഇവിടെ റോസും കോളംസും എത്രയാണ്? റോസ് എന്ന് പറഞ്ഞാൽ 1, 2, 3 റോസ് ഉണ്ട്, അതായത് 3. ഫസ്റ്റ് റോ എഴുതണം ബൈ എത്ര കോളംസ് ഉണ്ടെന്ന് എഴുതും. 1, 2, 3, 4. ദാറ്റ് ഈസ് ഓർഡർ എന്ന് പറഞ്ഞാൽ 3/4 മെട്രിക്സ് ആണ്. ദെൻ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എത്ര ഓർഡർ, ഏത് ഓർഡർ ആണെന്ന് അറിഞ്ഞാൽ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കും? 3 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 എലിമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് കണ്ടുപിടിക്കാറുള്ളത്. ദെൻ റൈറ്റ് ദ എലിമെൻറ്റ്സ് 1, 3, 2, 1, A33, A24, A25. ആദ്യം 1, 3 ഏതെന്ന് കണ്ടു. 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ തേർഡ് കോളം. ഫസ്റ്റ് റോ തേർഡ് കോളത്തിലെ എലിമെൻ്റായ 19 ദാറ്റ് ഈസ് A13 എന്ന് പറഞ്ഞാൽ ഏതാണ്? 19. ദെൻ നെക്സ്റ്റ് A21. 21 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലിമെൻറ്റ്, അതായത് സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ ഈ എലിമെൻറ്റ് ദാറ്റ് ഈസ് A21 ഈസ് ഈക്വൽ ടു 35. ദെൻ A33 ദാറ്റ് ഈസ് ഫസ്റ്റ് തേർഡ് റോ തേർഡ് കോളം. തേർഡ് റോ തേർഡ് കോളം എന്ന് പറഞ്ഞാൽ A33 എന്ന് പറഞ്ഞാൽ A33 എത്രയാണ്? -5. ദെൻ നെക്സ്റ്റ് എലിമെൻറ്റ് A24. A24 എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? സെക്കൻഡ് കോളം സെക്കൻഡ് റോ ഫോർത്ത് കോളം ദാറ്റ് ഈസ് 12. ദെൻ A25 എന്ന് പറയുമ്പോൾ A25 അല്ല, A23 ആണ്. A23 എന്ന് പറയുമ്പോൾ ഏതാണ്? സെക്കൻഡ് റോ തേർഡ് കോളം ദാറ്റ് ഈസ് ഈക്വൽ ടു A23 ഈസ് ഈക്വൽ ടു 5/2. ഇങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ ഓർഡർ, നമ്പർ ഓഫ് എലിമെൻറ്റ്സും ആ എലിമെൻറ്റ്സ് ഏതെന്ന് കണ്ടുപിടിക്കുന്നത്. Second question, if a matrix has 24 elements, what are the possible orders it can have? What if it has 13 elements? അതായത് ഒരു മെട്രിക്സിൻ്റെ എലിമെൻറ്റ് നമുക്കറിയാം m/n ഓർഡർ ഉള്ള ഒരു മെട്രിക്സിൻ്റെ എലിമെൻറ്റ്സ് എത്രയാണ്? mn ആണ് അവിടുത്തെ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 24 എലിമെൻറ്റ്സ് ഉണ്ട്. അതായത് ഇവിടുത്തെ ഓർഡേർഡ് പെയർ നമ്മൾ കണ്ടുപിടിക്കണം. ഓർഡേർഡ് പെയർ എങ്ങനെ കണ്ടുപിടിക്കും? ഈ തന്നിരിക്കുന്ന 24നെ ഫാക്ടറൈസ് ചെയ്തു, അതായത് അതിൻ്റെ 24 1 തൊട്ട് തുടങ്ങാം. ഫാക്ടറീസ് പ്രോഡക്റ്റിൽ 24 കിട്ടുന്ന പ്രോഡക്റ്റ്സ് ഏതാണ്? 24 ഇൻറ്റു, അപ്പോൾ എങ്ങനെ എഴുതാം? 24 പ്രോഡക്റ്റ് വരുന്ന ഏതൊക്കെ നമ്പർ? 1 തൊട്ട് തുടങ്ങാം. 1 × 24 24. ദെൻ 2 × 24 2 × 12 ചെയ്യുമ്പോൾ 24. ദെൻ 3യിൽ ഉണ്ടോ? 3 × 8 ചെയ്യുമ്പോൾ 24 കിട്ടും. ദെൻ 4ലുണ്ടോ? 4 × 6 ആണ് 24. നെക്സ്റ്റ് 5ൻ്റെ ഫാക്ടറാണോ? അല്ല. 6 അഗൈൻ 6 × 4 24 ദാറ്റ് ഈസ് ഇവിടെ നിന്ന് റിവേഴ്സ് പോയാൽ മതി ഇനി. അപ്പോൾ ഓർഡേർഡ് പേഴ്സ് എങ്ങനെ എഴുതാം? 1, 24, 2, 12, 3, 8, ദെൻ 4, 6, ദെൻ റിവേഴ്സ് വരണം. 6, 4, 8, 3, 12, 2, ദെൻ 24, 1. ഇത്രയും ഓർഡർ പേഴ്സിലാണ് ഈ 24 എലിമെൻറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി. ഇനി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നെക്സ്റ്റ് അതിൻ്റെ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇഫ് ഇറ്റ് ഹാസ് 13 എലിമെൻറ്റ്സ്? 13 എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രോഡക്റ്റ് 1 × 3 13, അല്ലെങ്കിൽ 13 × 1 വരുള്ളൂ പോസിബിലിറ്റി. കാര്യം എന്താണ്? 13 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. പ്രൈം നമ്പറിൽ 1ഉം ആ നമ്പറും മാത്രമേ അതിന് ഫാക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. സോ ഓർഡേർഡ് പേഴ്സ് ആർ 1/13 ആൻഡ് 13/1.
third question. If a matrix has 18 elements, what are the possible order it can have? What if it has 5 elements? Third question. If a matrix has 18 elements, what are the possible order it can have? What if it has 5 elements? ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ നമുക്ക് 18 എലിമെൻറ്റ്സ് തന്നിട്ടുണ്ട്. 18 എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയറിൻ്റെ പ്രോഡക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്പർ ഓഫ് എലിമെൻറ്റ്സ് കിട്ടുന്നത്. ഒരു മെട്രിക്സിലെ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഓർഡേർഡ് പെയർ എത്ര ഓർഡർ ആ മെട്രിക്സിൻ്റെ ഓർഡറിൻ്റെ പ്രോഡക്റ്റാണ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന എലിമെൻറ്റ്സ് എത്രയാണ്? 18 എലിമെൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോസിബിളായിട്ട് എത്ര ഓർഡറിൽ ആ മെട്രിക്സിനെ അറേഞ്ച് ചെയ്യാമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ 18 ഏതിൻ്റെയൊക്കെ പ്രോഡക്റ്റ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ 18 കിട്ടുമെന്ന് നോക്കണം. 1 × 18 18, ദെൻ 2 × 9 18, 3 × 6 18, നെക്സ്റ്റ് 4 വരില്ല, 5 വരില്ല, 6 × 3 9 × 2 18 × 1. ഇത്രയും ഇതിലാണ് ഓർഡേർഡ് പേഴ്സ് വരുന്നത്. അതായത് ഓർഡേർഡ് പേഴ്സ് ഏതൊക്കെയാണ്? 1/18, 2/9, 2/9, 3/6, then 6/3, 9/2, then 18/1. ഇത്രയാണ് ആ ഓർഡേർഡ് പേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കൂടെ ഒരു സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇഫ് ഇറ്റ് ഹാസ് 5 എലിമെൻറ്റ്സ്? നോക്കണം, 5 എന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ലേ? പ്രൈം നമ്പർ ആകുമ്പോൾ 1ഉം ആ 5ഉം മാത്രമാണ് അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെർഫോർ ഓർഡേർഡ് പേഴ്സ് ഏതൊക്കെ വരും? 1/5 ആൻഡ് 5/1. അതായത് 2 ഓർഡേർഡ് പേഴ്സ് ഉണ്ടാവുള്ളൂ. ഒരു പ്രൈം നമ്പേഴ്സിന് എപ്പോഴും 2 ഓർഡേർഡ് പേഴ്സ് കാണുള്ളൂ. അപ്പോൾ ആ ഓർഡർ ഓഫ് മെട്രിക്സ് ഏതാണ്? 1/5ഉം 5 × 5/1ഉം ആണ്. ക്വസ്റ്റ്യൻ. കൺസ്ട്രക്ട് എ 2/2 മെട്രിക്സ് A = Aij whose elements are given by Aij = I + j the whole square by 2 എന്നാണ്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട മെട്രിക്സിൻ്റെ ഓർഡർ തന്നിട്ടുണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ. കൺസ്ട്രക്ട് എ 2/2 മെട്രിക്സ് A = Aij whose elements are given by Aij = I + j the whole square by 2. അതായത് നമുക്ക് ഒരു മെട്രിക്സിൻ്റെ ഓർഡർ തന്നിട്ടുണ്ട്. എത്രയാണ്? 2/2 എന്ന് തന്നിട്ടുണ്ട്. അതായത് മെട്രിക്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? മെട്രിക്സ് A = A11, A12, A21, A22 ഇത്ര എലിമെൻറ്റ്സേ കാണുള്ളൂ. അതായത് 4 എലിമെൻറ്റ്സ് ഉള്ള ഒരു 2/2 മെട്രിക്സ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിലെ ഓരോ എലിമെൻറ്റ്സും കണ്ടുപിടിക്കണം. അതായത് ഫസ്റ്റ് A11 കണ്ടുപിടിക്കാം. A11 എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടുത്തെ I എന്ന് പറഞ്ഞാൽ 1 + j എന്ന് പറഞ്ഞാൽ 1 ഹോൾ സ്ക്വയർ ബൈ 2. അതായത് I + j the whole square by 2 എന്നാണ് തന്നിരിക്കുന്ന ഫോമിൽ. അങ്ങനെയാണെങ്കിൽ 1 + 1 എന്ന് പറഞ്ഞാൽ 2, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഫസ്റ്റ് എലിമെൻറ്റ് A11 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 2 ആണ്. നെക്സ്റ്റ് എലിമെൻറ്റ് കണ്ടുപിടിക്കും. നെക്സ്റ്റ് എലിമെൻറ്റ് ഏതാണ്? A12. A12 എങ്ങനെ കണ്ടുപിടിക്കും? സെയിം വേ 1 + 2 the whole square by 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 2 എന്ന് പറഞ്ഞാൽ 3, 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9/2. അപ്പോൾ സെക്കൻഡ് എലിമെൻറ്റ് A12 എന്ന് പറഞ്ഞാൽ 9/2 ആണ്. ഇനി തേർഡ് എലിമെൻറ്റ് ഏതാ? A21. A21 എങ്ങനെ കണ്ടുപിടിക്കും? ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 + 1 the whole square by 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 1 എന്ന് പറഞ്ഞാൽ 3, 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, 9/2. അപ്പോൾ A21ൻ്റെ വാല്യൂ 9/2 തന്നെയാണ്. ദെൻ ഫോർത്ത് എലിമെൻറ്റ് A22 എന്ന് പറഞ്ഞാൽ Aijയിൽ 2 + 2 the whole square by 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 2 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 8. 2 എന്ന് പറഞ്ഞാൽ 8. ദാറ്റ് ഈസ് നമുക്ക് വേണ്ട മെട്രിക്സ് എന്താണ് കിട്ടിയത്? A11 എന്ന് പറഞ്ഞാൽ 2, A12 9/2, A21 9/2, A22 എന്ന് പറഞ്ഞാൽ 8. ഇതാണ് നമുക്ക് റിക്വയർഡ് മെട്രിക്സ്. ഇത് ഈ മെട്രിക്സ് ആണ് കണ്ടുപിടിക്കാൻ തന്നിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4 സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതിൽ Aij തന്നിരിക്കുന്നത് I/j എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സ് എങ്ങനെയായിരിക്കും? നമ്മളിപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കണക്ക് തന്നെ A11, A12, A21, A22 ആണ് ആ മെട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ട മെട്രിക്സ്. ദാറ്റ് ഈസ് മെട്രിക്സ് A = A11, A12, A21 ആൻഡ് A22.
ദെൻ ഫസ്റ്റ് എലിമെൻറ്റ് A11 എങ്ങനെ കണ്ടുപിടിക്കും? A11 എന്ന് പറഞ്ഞാൽ I എന്ന് പറഞ്ഞാൽ 1, J എന്ന് പറഞ്ഞാൽ 1. ദാറ്റ് ഈസ് 1/1 ഈസ് ഈക്വൽ ടു 1. A11 ഈസ് ഈക്വൽ ടു 1. ദെൻ A12 കണ്ടുപിടിക്കണം. A12 എന്ന് പറഞ്ഞാൽ 1/2. J എന്ന് പറഞ്ഞാൽ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. A12 ഈസ് ഈക്വൽ ടു 1/2. സിമിലർലി A21 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? A21 ഈസ് ഈക്വൽ ടു I എന്ന് പറഞ്ഞാൽ 2, J എന്ന് പറഞ്ഞാൽ 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. A21 ഈസ് ഈക്വൽ ടു 2. A22 എന്ന് പറഞ്ഞാൽ 2/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് A22 ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ആ മെട്രിക്സ് എന്താണ് കിട്ടിയത്? ഫസ്റ്റ് മെട്രിക്സ് റിക്വയർഡ് മെട്രിക്സ് 1, 1/2, 1/2, 1. അതാണ് ആ മെട്രിക്സ് റിക്വയർഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4 തേർഡ് ക്വസ്റ്റ്യൻ Aij ഈക്വൽ ടു I plus 2j the whole square by 2 എന്നാണ്. ദാറ്റ് ഈസ് നമുക്ക് റിക്വയർഡ് മെട്രിക്സ് അറിയാം. A11, A12, A13, A21, A22. ദെൻ അങ്ങനെയാണെങ്കിൽ റിക്വയർഡ് മെട്രിക്സ് എന്താണ്? ഫസ്റ്റ് ക്വാണ്ടിറ്റി A11 എങ്ങനെ കണ്ടുപിടിക്കും? A11 എന്ന് പറഞ്ഞാൽ ഐയുടെ ഭാഗത്ത് 1 പ്ലസ് ജെയുടെ ഭാഗത്ത് 2 × 1 the whole square by 2. That is equal to 1 plus 2 the whole square by 2. That is equal to 3 square എന്ന് പറഞ്ഞാൽ 9, 9/2. That is first element എന്ന് പറഞ്ഞാൽ A11 is equal to 9/2. നെക്സ്റ്റ് എലിമെൻറ്റ് A12 ആണ് കണ്ടുപിടിക്കേണ്ടത്. A12ൽ I എന്ന് പറഞ്ഞാൽ 1 പ്ലസ് J എന്ന് പറഞ്ഞാൽ 2 × 2 the whole square by 2. That is equal to 1 plus 4 square by 2. That is equal to 5 square എന്ന് പറഞ്ഞാൽ 1 plus 4 5. 5 square എന്ന് പറഞ്ഞാൽ 25. 25/2. That is A12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25/2 ആണ്. ദെൻ നെക്സ്റ്റ് എലിമെൻറ്റ് ഏതാണ്? A21 ആണ് കണ്ടുപിടിക്കേണ്ടത്. A21 ദാറ്റ് ഈസ് ഇവിടെ I എത്രയാണ്? ഐയുടെ വാല്യൂ 2 പ്ലസ് 2 × ജെയുടെ വാല്യൂ 1 സ്ക്വയർ ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 plus 2 the whole square by 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 8. A21 എന്ന് പറഞ്ഞാൽ 8. ദെൻ നെക്സ്റ്റ് എലിമെൻറ്റ് A22 ആണ് കണ്ടുപിടിക്കേണ്ടത്. A22 എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ 2 പ്ലസ് ജെയുടെ വാല്യൂ 2 2 × 2 the whole square by 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 plus 4 by whole square by 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 plus 4 6 സ്ക്വയർ 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 18. A22 എന്ന് പറഞ്ഞാൽ 18. അങ്ങനെയാണെങ്കിൽ റിക്വയർഡ് മെട്രിക്സ് എന്താണ്? A11 എന്ന് പറഞ്ഞാൽ 9/2, A12 എന്ന് പറഞ്ഞാൽ 25/2, A21 എന്ന് പറഞ്ഞാൽ 8, A22 എന്ന് പറഞ്ഞാൽ 18. ഇതാണ് നമുക്ക് വേണ്ട മെട്രിക്സ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ കൺസ്ട്രക്ട് എ 3/4 മെട്രിക്സ് A equal to Aij whose elements are given by Aij equal to 1/2 മോഡ് -3i plus j. അതായത് മോഡ് എന്ന വാല്യൂ പോസിറ്റീവ് ആയിരിക്കുന്നതാണ് മീനിങ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട റിക്വയർഡ് മെട്രിക്സ് ഏതാ? 3/4 അല്ലേ? 3/4 ആകുമ്പോൾ എത്ര റോസ് വേണം? 3 റോസും 4 കോളവും വേണം. അതായത് 3/4. അപ്പം 3 റോസ് എങ്ങനെ എഴുതാം? A11, A12, A13, A14. അതായത് 4 കോളായി ഫസ്റ്റ് റോ. ദെൻ A21, A22, A23, A24. നെക്സ്റ്റ് A31, A32, A33, A34. ഇങ്ങനെ 4 മൊത്തത്തിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ട്? 3 × 4 12 എലിമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇതിൽ നിന്ന് ഓരോ എലിമെൻറ്റ്സ് കണ്ടുപിടിക്കണം. Aij ഫസ്റ്റ് എലിമെൻറ്റ് Aij എന്ന് പറഞ്ഞാൽ A11 ഫസ്റ്റ് എലിമെൻറ്റ് A11 1/2 × മോഡ് -3 × 1 -3 പ്ലസ് j എന്ന് പറഞ്ഞാൽ 1. ദാറ്റ് ഈസ് 1/2 × -3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ -2. ദാറ്റ് ഈസ് ഇവിടെ മോഡ് കിടക്കുന്നതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ തന്നെയാണ്. 2 × 2 ക്യാൻസൽ ചെയ്ത് പോയ വാല്യൂ 1. ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1. ദെൻ നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാം. A12 കണ്ടുപിടിക്കണം. A12 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 1/2 × മോഡ് -3 × ഐയുടെ വാല്യൂ 1 പ്ലസ് j 2. ദാറ്റ് ഈസ് ഈക്വൽ ടു
1/2 mod minus 3 plus 2, that is equal to 1, that is equal to 1/2 into 1 equal to 1/2. Second element 1/2. Then third element A13 എന്ന് പറഞ്ഞാൽ 1/2 mod minus 3 into 1 plus 3, that is equal to minus 3 plus 3 എന്ന് പറഞ്ഞാൽ 0. Third element 0. Then fourth element A14 കണ്ടുപിടിക്കണം. A14 എന്ന് പറഞ്ഞാൽ 1/2 into mod minus 3 into 1 plus 4, that is equal to minus 3 plus 4 1, that is equal to 1/2. അതായത് A4 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അതേപോലെ കറസ്പോണ്ടിങ് ഓരോ ടേംസ് ആയിട്ട് കണ്ടുപിടിക്കണം. A21 എന്ന് പറഞ്ഞാൽ 1/2 mod minus 3 into 2 plus 1, that is equal to 1/2 mod minus 6 plus 1, that is equal to 1/2 into minus 5 plus minus 5 equal to 5/2. Next A22 എന്ന് പറഞ്ഞാൽ 1/2 mod 3 minus 3 into 2 plus 2, 1/2 mod minus 6 plus 2, that is equal to 1/2 into minus 4, that is mod 4 minus 4 എന്ന് പറഞ്ഞാൽ 4 തന്നെ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, that is equal to 2. Second A22 എന്ന് പറഞ്ഞാൽ 2. Then next A23 എന്ന് പറഞ്ഞാൽ 1/2 mod minus 3 into 2 plus 3, that is 1/2 mod minus 6 plus 3 എന്ന് പറഞ്ഞാൽ minus 3, that is mod കിടക്കുന്നുണ്ട് പോസിറ്റീവ്, that is 3/2. Then again next A24 കണ്ടുപിടിക്കുക. A24 എങ്ങനെ കണ്ടുപിടിക്കുക? A24 is equal to 1/2 mod minus 3 into 2 plus 4, that is equal to 1/2 mod minus 6 plus 4, that is equal to 1/2 into minus 6 plus 4 minus 2, mod കിടക്കുന്നുണ്ട് 2, that is equal to 1. A24 എന്ന് പറഞ്ഞാൽ 1. നെക്സ്റ്റ് A31 കണ്ടുപിടിക്കുക. A31 എന്ന് പറഞ്ഞാൽ 1/2 mod minus 3 into 3 plus 1, that is equal to 1/2 mod minus 9 plus 1, minus 9 plus 1 minus 8, minus 8/2 എന്ന് പറഞ്ഞാൽ equal to 4 ആണ്. A31 is equal to 4. Then A32 എന്ന് പറഞ്ഞാൽ equal to 1/2 mod minus 3 into 3 plus 2, that is equal to 1/2 mod minus 9 plus 2, that is equal to minus 7. Minus 7 mod എഴുതുമ്പോൾ 7/2. ഫസ്റ്റ് 2 എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ A31 4ഉം അടുത്ത എലിമെൻറ്റ് 7/2. Then A33 എങ്ങനെ കണ്ടുപിടിക്കുക? സെയിം വേ 1/2 into minus 3 into 3 plus 3, that is equal to 1/2 mod minus 9 plus 3 എന്ന് പറഞ്ഞാൽ minus 6, 1/2 into 6 equal to 3. A33യുടെ വാല്യൂ 3. ഇനി A34 എന്ന് പറഞ്ഞാൽ A34 is equal to 1/2 mod minus 3 into 3 plus 4, that is equal to 1/2 into minus 9 plus 4, that is equal to 1/2 into 5, that is equal to 5/2. A34 is equal to 5/2. അപ്പോൾ എങ്ങനെയാണ് ഓരോ എലിമെൻറ്റ്സ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയാലോ. ഫസ്റ്റ് ഇതിൽ 1 എന്ന് പറഞ്ഞാൽ I എന്ന് പറഞ്ഞാൽ 1 കറസ്പോണ്ടിങ് ടേംസ് I J അങ്ങനെയാണ് എഴുതേണ്ടത്. അതിൽ നിന്ന് ആ ഓരോ ടേംസ് ഐയിലും ജെയിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഓരോ എലിമെൻറ്റ്സ് കണ്ടുപിടിക്കാം.
നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ദാറ്റ് ഈസ് Aij ഈക്വൽ ടു 2i മൈനസ് j. അതിൽ ഐക്കും ജെയ്ക്കും വാല്യൂസ് കൊടുത്തിട്ട് ഇതേപോലെ 3/4 മെട്രിക്സ് നമുക്ക് ചെയ്യാൻ പറ്റും. 3/4 മെട്രിക്സ് ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. താങ്ക് യു.